നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മറ്റെല്ലാവരും പ്രതീക്ഷ കൈവിട്ടപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാണ്. 2026 ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം നിങ്ങളുടെ സ്വന്തം കുഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ മരുന്നുകൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം, IVF പരാജയപ്പെട്ടിട്ടുണ്ടാകാം, ബന്ധുക്കൾ പോലും വിശേഷമായോ എന്ന് ചോദിക്കുന്നത് നിർത്തിയിട്ടുണ്ടാകാം. പക്ഷേ എനിക്കെൻ്റെ കുഞ്ഞിനെ ലഭിക്കും എന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാരണമായ കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളെ വെറുതെ മോഹിപ്പിക്കാൻ വന്നതല്ല, മറിച്ച് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായ ഒരു 5 സ്റ്റെപ്പ് സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വന്നതാണ്. നിങ്ങളുടെ ചികിത്സ എവിടെ പിഴച്ചു, യഥാർത്ഥ പ്രശ്നം എന്താണ്, 2026 എങ്ങനെ ഗർഭം ധരിക്കാം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. മിക്ക കപ്പിൾസും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയാമോ? യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു എന്നതാണ്. കുറഞ്ഞ സ്പേം കൗണ്ടോ കുറഞ്ഞ AMH ലെവലോ പരാജയപ്പെട്ട IVF ഒന്നും യഥാർത്ഥ രോഗമല്ല. അവ വെറും ലക്ഷണങ്ങൾ മാത്രമാണ്, സിഗ്നൽസ് മാത്രമാണ്. ഇരുട്ടത്ത് അമ്പെയ്യുന്നത് പോലെ ചികിത്സ നടത്തുന്നതിന് പകരം നമുക്ക് വ്യക്തത വേണം. ആദ്യമായി നിങ്ങളുടെ റിപ്പോർട്ടുകളെക്കാൾ ഉപരി നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ തിരിച്ചറിയണം. ഇത് വെറും ടൈമിംഗ് തെറ്റുന്നത് കൊണ്ടാണോ, അതോ മരുന്നുകൾ കൊണ്ട് മാറ്റാവുന്ന പ്രശ്നമാണോ, അതോ ട്യൂബുകളുടെ തടസ്സം പോലുള്ള ഘടനാപരമായ പ്രശ്നങ്ങളാണോ എന്ന് മനസ്സിലാക്കണം. പ്രായം കൂടുന്തോറും അണ്ടത്തിൻ്റെ ഗുണനിലവാരം കുറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമുക്കിതിനെ മറികടക്കാം. പലരും ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെടുമ്പോൾ മാനസികമായി തളരുന്നു. എന്നാൽ പരാജയപ്പെട്ടത് നിങ്ങളുടെ ശരീരമല്ല, മറിച്ച് നിങ്ങളുടെ ചികിത്സാ പ്ലാൻ ആയിരിക്കാം എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ഒരു ക്ലാരിറ്റി സിസ്റ്റമാണ്, ഒരു 5 സ്റ്റെപ്പ് സിസ്റ്റം. അതിൽ ആദ്യത്തെ ഘട്ടമാണ് കാറ്റഗറി തിരിച്ചറിയുക എന്നുള്ളത്. നിങ്ങളുടെ റിപ്പോർട്ടുകൾ മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. ആദ്യത്തേതാണ് ടൈമിംഗ്. എല്ലാം നോർമൽ ആണെങ്കിലും ഓവുലേഷൻ സമയം അറിയാത്തത് കൊണ്ട് ഗർഭം നടക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അടുത്തതാണ് മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങൾ. PCOS, തൈറോയിഡ്, അമിതഭാരം, മാനസിക സമ്മർദ്ദം എന്നിവ മാറ്റിയാൽ സ്വാഭാവികമായിട്ടും ഗർഭം ധരിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് ഘടനാപരമായ പ്രശ്നങ്ങൾ. ട്യൂബിലെ ബ്ലോക്ക്, എൻഡോമെട്രിയോസിസ് എന്നിവയ്ക്ക് സർജറിയോ പ്രത്യേക ചികിത്സയോ വേണ്ടിവരും. നെക്സ്റ്റ് ആണ് പ്രായവുമായി ബന്ധപ്പെട്ടവ. പ്രായം കൂടുന്തോറും അണ്ടത്തിൻ്റെ ഗുണനിലവാരം കുറയുന്നു. ഇവിടെ സ്മാർട്ടായ സ്ട്രാറ്റജി ആവശ്യമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചികിത്സയല്ല, പ്ലാൻ ആണ് വേണ്ടത്. ഡോക്ടറെ കാണുമ്പോൾ ഉടനെ ചികിത്സ തുടങ്ങുകയല്ല വേണ്ടത്. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചിരിക്കണം. ഒരു നല്ല ഫെർട്ടിലിറ്റി പ്ലാനിങ്ങിൽ 5 ചോദ്യങ്ങൾ ഉണ്ടാകണം. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇത് സ്വാഭാവികമായി മാറ്റാൻ പറ്റുമോ? മരുന്ന് വേണോ അതോ സർജറി ആണോ വേണ്ടത്? ഇപ്പോൾ തന്നെ ചികിത്സ തുടങ്ങണോ അതോ കാത്തിരിക്കണോ? ലൈഫ് സ്റ്റൈലിൽ എന്ത് മാറ്റം വരുത്തണം? ഒരു നല്ല ഡോക്ടർ ഒരിക്കലും നിങ്ങളെ കണ്ട ഉടനെ ചികിത്സ തുടങ്ങില്ല. അവർ ആദ്യം നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ അടിവേര് കണ്ടെത്തി നിങ്ങൾക്കായി മാത്രമുള്ള ഒരു ഫെർട്ടിലിറ്റി പ്ലാൻ തയ്യാറാക്കും. ഇവിടെയാണ് കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയാൻ പോകുന്ന ഈ 90 ദിവസത്തെ 90 ഡേയ്സ് റൂൾ ആണ് നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ. ഓർക്കുക, നമ്മുടെ ശരീരം ആമസോൺ പ്രൈം പോലെയല്ല. ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ ഡെലിവറി കിട്ടാൻ. ഇത് ഓൺലൈൻ ഷോപ്പിങ്ങുമല്ല. ഒരു സ്പേം പൂർണ്ണ വളർച്ചയെത്താൻ ഏകദേശം 3 മാസം എടുക്കും, അതായത് 90 ദിവസം എടുക്കും. നിങ്ങളുടെ ഹോർമോണുകൾ സന്തുലിതമാക്കാനും ഗർഭപാത്രം ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനും പാകപ്പെടാനും സമയം ആവശ്യമാണ്. പലരും ധൃതി പിടിച്ച് ചികിത്സ തുടങ്ങും, എന്നിട്ട് പരാജയപ്പെടുമ്പോൾ വിഷമിക്കും. എന്നാൽ ക്ഷമയോടെ 90 ദിവസം ശരീരത്തെ തയ്യാറാക്കിയാൽ ബലം ഉറപ്പാണ്. പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം മരുന്ന് കഴിക്കും, എന്നിട്ട് 1 മാസം മരുന്ന് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ചികിത്സ അങ്ങ് നിർത്തും. എന്നാൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ സെല്ലുലാർ ഹെൽത്ത് ശരിയാകാൻ സമയം വേണമെന്ന് അത്യാവശ്യമാണ്. 3 മാസം കൊണ്ട് മാത്രമേ നമുക്ക് സ്പേംസിൻ്റെ ഗുണനിലവാരം കൂട്ടാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് ഗർഭപാത്രവും. വിത്ത് പാകുന്നതിന് മുൻപ് മണ്ണ് ഒരുക്കുന്നത് പോലെ ഗർഭപാത്രത്തിലെ ഇൻഫെക്ഷനുകൾ മാറ്റി അതിനെ ആരോഗ്യമാക്കാൻ 90 ദിവസത്തെ ഒപ്റ്റിമൈസേഷൻ അത്യാവശ്യമാണ്. ട്രീറ്റ്മെൻറ്റിനെ ഒരു പാക്കേജായി വിൽക്കുന്നവരെ അല്ല, നിങ്ങളുടെ പ്രശ്നം ആഴത്തിൽ പഠിക്കുന്ന ഡോക്ടറെയാണ് നിങ്ങൾക്ക് ആവശ്യം.
വൈദ്യശാസ്ത്രത്തിൽ ആർക്കും 100% ഗ്യാരണ്ടി നൽകാൻ കഴിയില്ല. ഗ്യാരണ്ടി നൽകുന്നവരേക്കാൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നവരെ വിശ്വസിക്കുക. നേരെ IVF ചെയ്യാം എന്ന് പറയുന്നവരേക്കാൾ ആദ്യം നിങ്ങളുടെ ഇൻഫെക്ഷനുകൾ മാറ്റാം എന്നിട്ട് IVF ചെയ്യാം എന്ന് പറയുന്ന ഡോക്ടറെ തിരഞ്ഞെടുക്കുക. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് IVF ആയിക്കോട്ടെ, IUI ആയിക്കോട്ടെ, മറ്റ് എന്ത് ട്രീറ്റ്മെൻറ്റ് തന്നെ ആയാലും അത് കടയിൽ നിന്ന് വാങ്ങുന്ന മിഠായി പോലെയല്ല. ഇൻഫെക്ഷനുകൾ മാറ്റാതെ ശരീരം തയ്യാറാക്കാതെ ചെയ്യുന്ന IVF പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തെറ്റായ പ്രതീക്ഷകൾ തരാത്ത എന്നാൽ കൃത്യമായി വഴി കാണിക്കുന്ന, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി തരുന്ന ഒരു ഡോക്ടറെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ സ്പേം കൗണ്ട്, ലോ AMH ഇതൊക്കെ അസുഖങ്ങളല്ല, ഇതൊക്കെ വെറും സിഗ്നൽസ് മാത്രമാണ്. മലയാളികൾക്കിടയിൽ കണ്ടുവരുന്ന ഡയബറ്റീസ്, ഒബീസിറ്റി, സ്ട്രെസ് എന്നിവ പലപ്പോഴും ഹോർമോൺ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുന്നു. ഇത് ചികിത്സിക്കുന്നതിന് പകരം നേരിട്ട് IVFിലേക്ക് പോകുന്നത് പരാജയത്തിന് കാരണമാകാം. ലക്ഷണങ്ങളെയല്ല, കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. വേരിന് വെള്ളമൊഴിക്കാതെ ഇല നനച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെയാണിത്. ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കി നാടൻ ഭക്ഷണങ്ങളും ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്തുന്നത് 90 ദിവസത്തെ ഈ ക്ലീനിങ് പ്രക്രിയയെ സഹായിക്കും. കുഞ്ഞുണ്ടാകാത്തതിൻ്റെ മാനസിക വിഷമം ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കരുത്. പങ്കാളികൾ പരസ്പരം പിന്തുണയ്ക്കുന്നത് ഹോർമോൺ നില മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുമൂലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പം തന്നെ പ്രഗ്നൻസി കിട്ടാനായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2026ലേക്കുള്ള വ്യക്തമായ ഒരു ഭൂപടം ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. 20 വർഷമായി കുട്ടികളില്ലാതെ വിഷമിച്ചവർ പോലും കൃത്യമായ കാരണം കണ്ടെത്തി ചികിത്സിച്ചപ്പോൾ മാതാപിതാക്കളാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻഫെർട്ടിലിറ്റി നൽകുന്ന വേദന വലുതാണ്. പക്ഷേ ആ വേദനയ്ക്കുള്ള കാരണം കണ്ടെത്തിയാൽ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു സന്തോഷമാണ്. നിങ്ങൾ ഈ ഒരു വർഷത്തെ വ്യക്തതയുടെ വർഷമായി കാണുകയാണെങ്കിൽ 2026ൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ലഭിക്കും. ഇനി അതിനായി കുറച്ച് സമയം എടുത്താൽ പോലും അതൊരു നഷ്ടമല്ല. കാരണം നമ്മൾ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇത് നിങ്ങളുടെ പങ്കാളിയുമായി തീർച്ചയായിട്ടും പങ്കുവെക്കുക. നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം 2026ൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന്. നിങ്ങളുടെ പങ്കാളിയുമായി ചേർന്നൊരു തീരുമാനമെടുക്കുക. പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നോട്ട് പോയാൽ ഈ വർഷം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അവസാനത്തെ മെഡിക്കൽ റിപ്പോർട്ടുകൾ എടുത്ത് അത് ഏത് കാറ്റഗറിയിലാണ്, ടൈമിംഗ് ആണോ, റിവേഴ്സിബിൾ ആണോ, സ്ട്രക്ചറൽ ആണോ, ഏജ് ആണോ പ്രശ്നം എന്ന് സ്വയം തന്നെ നിങ്ങളൊന്ന് വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇൻഫെർട്ടിലിറ്റി എന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ പരാജയമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണ ഘട്ടം മാത്രമാണെന്ന് ചിന്തിക്കുക. പലപ്പോഴും ഹോസ്പിറ്റൽ വരാന്തകളിൽ നിങ്ങൾ തനിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഓർക്കുക, ഇരുട്ടിന് ശേഷം ഒരു പ്രകാശമുണ്ട്. 2026നെ നമ്മൾ പ്രതീക്ഷയുടെ വർഷം എന്നല്ല, വ്യക്തതയുടെ വർഷം എന്നാണ് വിളിക്കേണ്ടത്. കാരണം വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഏത് തടസ്സവും നമുക്ക് മറികടക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഇന്നു മുതൽ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിച്ചു തുടങ്ങുക, ശരിയായ ഡോക്ടറെ കണ്ടെത്തുക, ആ 90 ദിവസത്തെ നിയമം പാലിക്കുക. നിങ്ങളുടെ കൈകളിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങളുടെ കുഞ്ഞു ഉണ്ടാകും. ആ സന്തോഷത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞാനും കൂടി ഉണ്ടാകും. നമുക്ക് ഈ യാത്ര ഒരുമിച്ച് തുടങ്ങാം. വരാനിരിക്കുന്ന മാസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു ചിരി ഉയരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങൾ ഒരു പടി കൂടി അടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്ക് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരാളിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായിക്കും. അതുകൊണ്ട് ദയവായി ഇത് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് തന്നെ കൊടുത്തേക്കാം. നിങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിക്കാൻ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ഫെർട്ടിലിറ്റി യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ കുഞ്ഞു ചിരിക്കായുള്ള കാത്തിരിപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. God bless you all, dears.